Hi friends, welcome back to my today's class Basic Medical Terminology. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് മെഡിക്കൽ ടെർമിനോളജിയുടെ ലെസൺ 4 ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, phagia. Phagia means to eat. For example, dysphagia, aphagia എന്നൊക്കെ കേട്ടിട്ടില്ലേ? Dysphagia എന്താണ്? Difficulty to eat. അതേപോലെ aphagia means unable to eat. Next, dips. Dips means to drink. Pepsia means digestion. Emesis, vomiting. Urea means urination. Sterpo, denoting feces. Tops is lowered position of an organ. For example, blepharoptosis എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? നമ്മുടെ കണ്ണിന്റെ മുകളിലുള്ള അപ്പർ ഐലിഡ് കണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങുന്ന ആ അവസ്ഥയാണ് blepharoptosis. Next, pyo. Pyo means pus. Py relating to fever അല്ലെങ്കിൽ ഹീറ്റ്. ഫോർ എക്സാമ്പിൾ പൈറോജനിക് കണ്ടീഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? ഇൻക്രീസിങ് ഓഫ് ഹീറ്റ്. അതാണ് ആ കണ്ടീഷനാണ് പൈറോജെനിസിസ്. നെക്സ്റ്റ്, ആന്റി. ആന്റി മീൻസ് ഒപ്പോസിറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ആക്ടിങ്. ഫോർ എക്സാമ്പിൾ ആന്റി ക്യാൻസറസ് ഡ്രഗ്. ആന്റി ക്യാൻസറസ് ഡ്രഗ് എന്താണ്? ക്യാൻസർ ഡിസീസിനെതിരെ കൊടുക്കുന്ന ഡ്രഗ് ആണ് ആന്റി ക്യാൻസറസ് ഡ്രഗ്. നെക്സ്റ്റ്, പ്രോ മീൻസ് ബിഫോർ, പ്രൊമോട്ടിങ്, ഇൻഡ്യൂസിങ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, സെൻട്രി മീൻസ് സെന്റർ. ഫൈബ്രോ മീൻസ് ഫൈബർ. ത്രോംബോ, ക്ലോട്ട്. ത്രോംബോസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് ത്രോംബോസിസ്. ബ്ലാസ്റ്റോ മീൻസ് ജേം സെൽസ്. ജേം സെൽസ് എന്താണ്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള മെയിൻ സെൽസ് ആണ് ജേം സെൽസ്. Next, blast. Blast means progenitor cells, stem cells, formative cells എന്നൊക്കെ പറയാം. Clast, absorbing അല്ലെങ്കിൽ degradative cell. Next, noso. Noso denoting disease. For example, nosocomial infection. Nosocomial infection എന്താണ്? ചിലർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ചില ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ട്. ആ ഇൻഫെക്ഷന് പറയുന്ന പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇവിടെ ഞാനിത് തെറ്റായിട്ടാണ് എഴുതിയേക്കുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. സോറി. നെക്സ്റ്റ്, ക്രോണോ. ക്രോണോ മീൻസ് ഡിനോട്ടിങ് ടൈം. ഫോർ എക്സാമ്പിൾ ക്രോണോമീറ്റർ, വാച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? ഡിനോട്ടിങ് ടൈം. നോക്ടി മീൻസ് നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്. ഫോർ എക്സാമ്പിൾ നോക്ചൂറിയ. നോക്ചൂറിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. നൈറ്റ് ടൈമില് രണ്ടോ അതിൽ കൂടുതലോ തവണ യൂറിനേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി വരുന്ന ആ അവസ്ഥയാണ് നോക്ചൂറിയ. നെക്സ്റ്റ്, അയാട്രോ. അയാട്രോ മീൻസ് മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. സ്റ്റീനോ മീൻസ് നാരോയിങ്. സ്റ്റീനോസിസ് ഓഫ് ബ്ലഡ് വെസൽസ് എന്താണ്? നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്. Thermo means heat അല്ലെങ്കിൽ temperature. Psychro means denoting cold. Nausea denoting pain അല്ലെങ്കിൽ injury. Hernia means hernia. നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു ബൾജിങ് ആയിട്ടുള്ള ആ അവസ്ഥയാണ് ഹെർണിയ. Necro means death. For example, necrosis. Necrosis എന്താണ്? നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ഡെത്ത് ആകുന്ന അവസ്ഥയാണ് നെക്രോസിസ്. അതെന്തുകൊണ്ടാണ്? ബ്ലഡ് സപ്ലൈ ഇല്ലാതെ ചിലപ്പോ ടിഷ്യൂസ് ഒക്കെ ഡെത്ത് ആകാറുണ്ട്. ആ അവസ്ഥയാണ് നെക്രോസിസ്. അപ്പൊ നെക്രോ മീൻസ് ഡെത്ത്. ടാക്സിയ മീൻസ് മോട്ടോർ ആക്ടിവിറ്റി. സെയിം ടാക്സിയയും റിലേറ്റിംഗ് ടു മോട്ടോർ ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ്, ലെക്സിയ. ലെക്സിയ മീൻസ് കണ്ടീഷൻ ഇൻവോൾവിംഗ് റീഡിംഗ്. ലാലിയ അല്ലെങ്കിൽ ലോജിയ മീൻസ് കണ്ടീഷൻ ഇൻവോൾവിംഗ് സ്പീച്ച്. നെക്സ്റ്റ്, ആൽജസിയ അല്ലെങ്കിൽ ആൽജിയ മീൻസ് ഡിനോട്ടിംഗ് പെയിൻ. ഫോർ എക്സാമ്പിൾ മയാൽജിയ. മയാൽജിയ മീൻസ് മസിൽ പെയിൻ. മയ മീൻസ് മസിൽ പെയിൻ. ജെനിക് മീൻസ് പ്രൊഡ്യൂസിങ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോജെനിക്. ഹൈഡ്രോജെനിക് എന്താണ്? വാട്ടർ പ്രൊഡ്യൂസിങ്. ഹൈഡ്രോ എന്ന് വെച്ചാൽ വാട്ടർ, ജെനിക് പ്രൊഡ്യൂസിങ്, വാട്ടർ പ്രൊഡ്യൂസിങ്. ജെനിസിസ് മീൻസ് ഒറിജിൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. ഹൈഡ്രോ നമ്മൾ കണ്ടു, വാട്ടർ. സ്റ്റിയാറ്റോ മീൻസ്
ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ടിഷ്യൂ. നാട്രി മീൻസ് സോഡിയം, കാൽ മീൻസ് പൊട്ടാസ്യം, കാൽസ്യം മീൻസ് കാൽഷ്യം, ഫ്ലോർ ക്ലോറിൻ, കോൾ മീൻസ് ബൈൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സസിൽ ഇനിയും കൂടുതൽ മെഡിക്കൽ ടെർമിനോളജീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ എൻ്റെ അടുത്ത ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.